ഹലോ ഗൈസ്, നേര് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്, സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തി മായാദേവി. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അടുത്തിടെ ആയിട്ട് ലാലേട്ടൻ്റെതായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്ന് തോന്നിയ ഒരു സിനിമയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ലാലേട്ടൻ്റെ അടുത്തിറങ്ങിയ പല സിനിമകളും പരാജയത്തിറങ്ങായിരുന്നു, വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. പക്ഷേ നമുക്കറിയാം ലാലേട്ടനാണ് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു നേരുന്ന സിനിമയിൽ. അതിന് മറ്റൊരു കാരണം ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ. നമുക്കറിയാം ഈ കോംബോയിൽ സംഭവിച്ച സിനിമകൾ ദൃശ്യം 1, ദൃശ്യം 2, പിന്നെ 12th മാൻ OTT റിലീസായിരുന്നു. അതും അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയ സിനിമയായിരുന്നു. ദൃശ്യം 2 OTT ആയിരുന്നു, നല്ല റെസ്പോൺസ്. ദൃശ്യം 1 നമുക്കറിയാം ഒരു 10 വർഷം മുൻപ് ഗംഭീരമായിട്ടൊരു ബോക്സ് ഓഫീസ് സക്സസ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബോക്സ് ഓഫീസ് ഏറ്റവും കൂടുതൽ കളക്ഷൻ, ഒരു 50 crore കളക്ഷൻ ഒക്കെ മാർക്ക് ചെയ്ത സിനിമ തന്നെയായിരുന്നു ദൃശ്യം. അപ്പോൾ നമുക്ക് ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ടേഷൻ കൂടും അവർ കോംബോ വരുമ്പോൾ. ആ ഒരു രീതിയിൽ തന്നെയാണ് പടത്തെ ഞാൻ സമീപിച്ചത്. ആ ഒരു രീതിയിൽ എക്സ്പെക്ടേഷനിൽ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആക്ച്വലി എൻ്റെ പ്രതീക്ഷ ഒന്നും തെറ്റിച്ചില്ല. ഒരു ഗംഭീര സിനിമ. എനിക്ക് 2.5 മണിക്കൂർ വരുന്ന സിനിമ ഒരു തരത്തിലും ബോറടിച്ചില്ല. ഇമോഷണലി വളരെയധികം കണക്റ്റായി. ഇനി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഓഫ്കോഴ്സ് ലാലേട്ടൻ്റെ സത്യം പറഞ്ഞ പല സീൻസിലെയും എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ അത്രയധികം സത്യം പറഞ്ഞാൽ എനിക്ക് പല സീനുകളും സങ്കടം വന്നുപോയി. കാര്യം അദ്ദേഹത്തിന്റെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ എത്രത്തോളം മിസ് ചെയ്തിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഈ സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അത്ര ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് അനശ്വരയുടേതാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ അനശ്വരയും പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറയും അനശ്വരയുടെ കരിയർ ബെസ്റ്റ് സിനിമ ഇത് തന്നെയായിരിക്കും. കാര്യം അത്ര ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അനശ്വര. ഓരോ സീൻസ്, ഇപ്പോൾ ലാലേട്ടനും അനശ്വരയും തമ്മിൽ ഇൻട്രോ വരുന്ന കോംബോ സീൻസ് ഉണ്ട്. അതൊക്കെ സത്യം പറഞ്ഞ എന്താ പറയാ, സത്യം ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസ് ഒക്കെ. അതുപോലെ തന്നെ സിദ്ദിഖ്, അദ്ദേഹത്തിന്റെ പല നെഗറ്റീവ് റോൾസ് നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകളിലായിട്ട്. വളരെയധികം വ്യത്യസ്തമായിട്ട് ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ ഒരു രാജശേഖർ എന്നുള്ള ക്യാരക്ടറോട് കോർട്ട് റൂമിൽ പ്രത്യേകിച്ചും അനശ്വരയും സിദ്ദിഖ് അവർ തമ്മിൽ കോംബോ വരുന്നുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോട് ആ ഒരു ക്യാരക്ടറിനോട് വളരെയധികം വെറുപ്പ് തോന്നിപ്പോകും. അത്രയ്ക്ക് പെർഫോമൻസ് തന്നെ പറയേണ്ടി വരും. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 2.5 മണിക്കൂറാണ് സിനിമ വരുന്നത്. കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. ഒരു തരത്തിലും എന്നെ പേഴ്സണലി എനിക്ക് ബോറടിച്ചില്ല. വളരെയധികം എൻഗേജിംഗ് ആയിരുന്നു. ഇമോഷണലി തന്നെ കണക്ട് ആയിട്ട് തന്നെ എനിക്കത് തോന്നി. അപ്പോൾ ഇനി ലാലേട്ടൻ്റെ ഇറങ്ങാൻ പോകുന്ന സിനിമയോടുള്ള എക്സ്പെക്ടേഷൻ കൂടുകയാണ്. ജനുവരി 25 നമ്മുടെ വാലിബൻ വരുന്നുണ്ട്. അതേപോലെ ബറോസ്, എംപുരാൻ, റംബാൻ, അതുപോലെ തെലുങ്കിൽ നിന്ന് ഋഷഭ് വരുന്നുണ്ട്. അതുപോലെ മറ്റു ഭാഷ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു വലിയൊരു കമ്പാക്ട് തന്നെ ആയിരിക്കും. അതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് നേരെന്നുള്ള സിനിമ. ഇതിന്റെ ഇടയിലും ഈ സിനിമയുടെ റിലീസ് കഴിഞ്ഞതിന്റെ ഇടയിലും നമ്മുടെ അറിയാമല്ലോ റിവ്യൂ വരും. നല്ല നല്ല പ്രേക്ഷകർ, ഒരുപാട് പ്രേക്ഷകർ, കുടുംബ പ്രേക്ഷകരായാലും ഇപ്പോൾ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നമ്മൾ കണ്ടു. നല്ല ഒപ്പീനിയൻ ആയിട്ട് സിനിമ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിലും കുറച്ച് പേര് സിനിമ കാണാതെ തന്നെ റിവ്യൂ പറയുന്ന കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ളവർ വളരെയധികം കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സിനിമ മോശമാകുന്ന രീതിയിൽ അഭിപ്രായമാണ് പറയാം, അത് കുഴപ്പമില്ല. സിനിമ കണ്ടിട്ട് നിങ്ങൾക്കൊരു അഭിപ്രായം പറയാം മോശമാണോ നല്ലതെന്ന്. ഇത് സിനിമ പോലും കാണാതെ അഭിപ്രായം പറയുന്ന കുറേ ആൾക്കാരെ കാര്യം ഞാനിവിടെ കണ്ടു. പല സോഷ്യൽ മീഡിയയിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. പക്ഷെ അവരോടൊന്നും പറയാനുള്ളത്, നിങ്ങളൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ലാലേട്ടൻ്റെ ഒരു പടം കൊളുത്തി കഴിഞ്ഞാലേ അത് കൊളുത്തിയത് തന്നെയാണ്. അതിനകത്ത് വേറൊരു തർക്കമില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻലാൽ എന്നാണ്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അണ്ടിൽ ദെൻ